ഗൈസ്, ഇന്നൊരു ഭാഗ്യൊരു ദിവസമാണേ. എൻ്റെ ക്ലാസ്സിലും കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയേ, അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കില്ല പോക്കാന്നേ. ആദ്യം ഞാൻ ഇവരെ കണ്ടപ്പോൾ വിചാരിച്ചു ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് വരുന്നതെന്ന്. പിന്നീട് മനസ്സിലായി നടക്കാൻ വരിപ്പം ജേഴ്സി ആയിട്ടാ. കുറച്ചങ്ങെത്തിയപ്പോൾ വിശന്നിട്ട് പുട്ടെല്ലാം നിന്നിട്ടാ പോയിനി. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ കത്തുന്ന ഈ സൂര്യന് വേണ്ടിയിട്ടായിരുന്നു. തണുത്തിട്ട് കൈയെല്ലാം മരവിച്ചിന് കഴിഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ കാടുണ്ട് എനിക്ക് അപ്പം മുള്ളാൻ തോന്നുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ കയറി അങ്ങ് മുള്ളിയിട്ട് വന്നുവേ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയേ. പിന്നെ ജീവിതത്തിൽ ഫോം എഴുതാൻ അറിയാത്ത എനിക്ക് ഫോം എഴുതാൻ തന്നേ. നമുക്കുണ്ടാ വീട്, ഞാൻ മംഗ്ലീഷിലങ്ങ് വെച്ചങ്ങ് കാച്ചി കൊടുത്ത്. അങ്ങനെ കടലാസ് സാധനമെല്ലാം മേടിച്ച് തിരിച്ചുമ്പോൾ സാറ് വിളിച്ചു, ഒരു കടലാസിൻ്റെ തൊപ്പിടാണ്ട്. തിരിച്ച് അതേപോലെ തന്നെ ഓടിയാൻ. അങ്ങനെ അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞ് പെട്രോൾ അടിച്ച് തിരിച്ചു പോകുമ്പോഴായിരുന്നു ആ ഒരു ഭാഗ്യം നടന്നത്. ഈ മരുഭൂമി പോലത്തെ റോഡിൽ വണ്ടി ഓഫായി. പിന്നെ ഒരു 10 കിലോമീറ്ററോളം വണ്ടി വെള്ളലായിരുന്നു അടുത്ത പരിപാടി. ഇത് ഉന്തി തീരുമ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പ് കാണിച്ചപ്പോൾ സംഭവം മനസ്സിലായി, വണ്ടിയിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ, ഓയിലില്ല. അങ്ങനെ വണ്ടി അവിടെ മൂലക്ക് ഇട്ടിട്ട് ഞാൻ നേരെ കണ്ണൂരേക്ക് ബസ് കയറി. കണ്ണൂരെത്തിയിട്ട് വിശന്നിട്ട് ഒരു ഷവായ പറഞ്ഞു തന്നെ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴി തന്നെ എണീച്ച് അങ്ങ് ഓടിയാനെ. അവർ ചുട്ടെടുത്തിട്ട് തന്നെ ഏകദേശം 2 ദിവസമായിട്ടുണ്ടാവും. അത് വരുന്നേക്ക് ദാഹിച്ചിട്ട് ഒരു വെള്ളം കുടിക്കാൻ കയറി തന്നെ. പല്ലുത്തീട്ടത്തിൻ്റെ സ്പെഷ്യൽ വെള്ളമായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. പിന്നെ ഇന്നത്തെ ദിവസം ഉമ്മയോടെ എനിക്ക് സന്തോഷമായി. ഇന്നിനിപ്പം പോയിട്ട് ഉറങ്ങിയാൽ മാത്രം മതി. ഇന്നിനത്രയല്ലോ കേട്ടോ. ശരി.